ഒരിക്കൽ ഒരു കപ്പൽ കൊടുങ്കാറ്റിൽപ്പെട്ട് കടലിൽ മുങ്ങിപ്പോയി. എന്നാൽ ഒരാൾ മാത്രം ഭാഗ്യവശാൽ കടൽക്കരയിൽ എങ്ങനെയോ എത്തിച്ചേർന്നു. ബോധം വീണ്ടെടുത്തപ്പോൾ താൻ ആൾതാമസമൊന്നുമില്ലാത്ത ഒരു ദ്വീപിലാണ് എത്തിച്ചേർന്നതെന്ന് അയാൾ മനസ്സിലാക്കി. അയാൾ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവമേ, ആരെയെങ്കിലും എൻ്റെ സഹായത്തിനായി അയക്കണമേ. ദിവസങ്ങൾ കടന്നുപോയി. എന്നാൽ ആരും സഹായത്തിനായി എത്തിയില്ല. ദിവസവും രാത്രി കടൽക്കരയിൽ കിടന്ന് അയാൾ ഉറങ്ങി. ദിവസവും പ്രാർത്ഥിച്ചെങ്കിലും ഫലമൊന്നും കണ്ടില്ല. അയാളുടെ പ്രതീക്ഷയെല്ലാം ഇല്ലാതായി. ഇവിടെ ജീവിക്കുന്നതാണ് തൻ്റെ വിധിയെന്ന് ചിന്തിച്ചുകൊണ്ട് അയാൾ കുറേ വിറകും പുല്ലും ശേഖരിച്ച് അയാൾക്ക് താമസിക്കാൻ ഒരു കുടിലുണ്ടാക്കി. കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ ശേഖരിച്ച് അവയും ഇതിനായി ഉപയോഗിച്ചു. വിശപ്പ് മാറ്റാനായി മരങ്ങളിൽ ലഭ്യമായ പഴങ്ങളും കടലിൽ നിന്നും ലഭിച്ച മീനും അയാൾ ആഹാരമാക്കി. ഒരു ദിവസം അയാൾ തീ കൂട്ടിയ ശേഷം ആഹാരം അന്വേഷിച്ച് കുറച്ചകലെ പോയി. എന്നാൽ തിരിച്ചു വന്നപ്പോൾ അയാളുടെ കുടിൽ കത്തുന്നതാണ് അയാൾ കണ്ടത്. അയാൾക്ക് ദേഷ്യവും സങ്കടവും വന്നു. അയാൾ ദൈവത്തോട് പരാതി പറയാൻ തുടങ്ങി. ദൈവമേ, എന്നെ സഹായിക്കുന്നതിനായി ആരെങ്കിലും അയക്കാൻ ഞാൻ പ്രാർത്ഥിച്ചു. എന്നാൽ അങ്ങ് എൻ്റെ പ്രാർത്ഥന കേട്ടില്ല. ഇപ്പോഴിതാ എനിക്ക് ആകെ ഉണ്ടായിരുന്ന എൻ്റെ കുടിലും കത്തിത്തീരാൻ അങ്ങ് അനുവദിച്ചു. അങ്ങ് വളരെ ക്രൂരനാണ്. പരാതികൾ പറഞ്ഞും സങ്കടപ്പെട്ടും രാത്രിയായി. അയാൾ കരയിൽ കിടന്നുറങ്ങിപ്പോയി. രാവിലെ അയാൾ ഉണർന്നത് വലിയൊരു സ്വരം കേട്ടുകൊണ്ടാണ്. കണ്ണുകൾ തുറന്നപ്പോൾ അയാൾ കണ്ടത് ഒരു കപ്പലാണ്. അയാൾക്കത് വിശ്വസിക്കാനായില്ല. അയാൾ സന്തോഷത്തോടെ അതിൽ കയറി. പിന്നീട് അയാൾ കപ്പലിൻ്റെ ക്യാപ്റ്റനോട് എങ്ങനെയാണ് അയാളെ കണ്ടെത്താൻ സാധിച്ചതെന്ന് ചോദിച്ചു. അയാൾ മറുപടി പറഞ്ഞു, തീ കത്തുന്ന സിഗ്നൽ കിട്ടിയതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ വന്നതെന്ന്. തൻ്റെ കുടിൽ കത്തിയ കാര്യം അയാൾ ഓർത്തു. ദൈവത്തോട് പരാതി പറഞ്ഞതിൽ അയാൾ മാപ്പ് ചോദിച്ചു. അത് ദൈവത്തിൻ്റെ പ്ലാൻ ആയിരുന്നുവെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. നമ്മുടെ ജീവിതത്തിലും നമ്മൾ പലപ്പോഴും പല പ്ലാനുകളും ഉണ്ടാക്കാറുണ്ട്. എന്നാൽ മിക്കവാറും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ നീങ്ങുന്നത്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ പരിമിതമായ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ വിശ്വാസം ആടി ഉലയുന്നു. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു തുടങ്ങുന്നു. നമ്മൾ ദൈവത്തോട് പരാതികൾ പറഞ്ഞു തുടങ്ങുന്നു. 7 ബില്യണേക്കാൾ കൂടുതൽ ആളുകളുള്ള ഈ ലോകത്ത് ഓരോ വ്യക്തിയെക്കുറിച്ചും കൃത്യമായ പ്ലാൻ ദൈവത്തിനുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസം കൈവിടാതെ നമ്മൾ നമ്മുടെ പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കണം. എപ്പോഴും ഓർത്തിരിക്കണം, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പ്ലാൻ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വലുതും മികച്ചതുമായിരിക്കുമെന്ന്.